നമസ്കാരം. ലോകരാഷ്ട്രീയം വീണ്ടും ചൂടുപിടിക്കുകയാണ്. കാരണം റഷ്യ ഒരു പുതിയ ഗെയിം ചേഞ്ചറിനെ അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുന്നു. MiG-41 എന്ന റഷ്യയുടെ 6ാം തലമുറ യുദ്ധവിമാനം. ഇത് കേവലം ഒരു ഫൈറ്റർ ജെറ്റ് അല്ല, വ്യോമയാന ചരിത്രത്തിലെ ഒരു ടെക്നോളജിക്കൽ ലീപ്പാണ്. ഈ യുദ്ധവിമാനത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുൻഗാമിയായ MiG-31 ഇന്റർസെപ്റ്ററിനെ അറിയണം. ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ലോങ് റേഞ്ചിൽ പ്രവർത്തിച്ചിരുന്ന ഒരു കോൾഡ് വാർ യോദ്ധാവായിരുന്നു MiG-31. ആ കൺസെപ്റ്റിൻ്റെ അടുത്ത തലമാണ് MiG-41. ഇതിൻ്റെ പ്രധാന ദൗത്യം ലോങ് റേഞ്ച് ഇൻ്റർസെപ്ഷൻ തന്നെയാണ്. ഈ വിമാനത്തിൻ്റെ സവിശേഷതകൾ കേൾക്കുമ്പോൾ നിങ്ങളും അമ്പരന്നു പോകും. വരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ഈ വിമാനം മാക് 4നും മാക് 5നും ഇടയിലുള്ള വേഗതയിൽ പറക്കും. നിലവിലെ ഏത് പ്രതിരോധ സംവിധാനത്തെയും ഇത് എളുപ്പത്തിൽ മറികടക്കും. ആദ്യഘട്ടത്തിൽ പൈലറ്റോടുകൂടി പറക്കുമെങ്കിലും ഭാവിയിൽ പൂർണ്ണമായും ആളില്ലാ വിമാനമായി പ്രവർത്തിക്കാൻ ഇത് സജ്ജമാക്കും. ആയുധങ്ങളുടെ കാര്യത്തിലും വലിയ മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. ലോങ് റേഞ്ച് ഹൈപ്പർസോണിക് എയർ ടു എയർ മിസൈലുകൾ ഇതിലുണ്ടാകും. അതിലുപരി ലേസർ ആയുധങ്ങൾ പോലുള്ള ഡയറക്റ്റ് എനർജി വെപ്പൺസ് ഇതിൻ്റെ ഭാഗമായേക്കാം. അമേരിക്കയുടെ F-35, F-22 എന്നീ ഫൈറ്ററുകൾക്കെതിരെ റഷ്യയ്ക്ക് ഒരു സ്ട്രാറ്റജിക് എഡ്ജ് നേടാൻ ഇത് സഹായിക്കും. അമേരിക്കയുടെ വ്യോമ മേധാവിത്വത്തിന് റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായ മറുപടിയാണിത്. ആർട്ടിക് മേഖലയിലെ റഷ്യൻ അതിർത്തികൾ സംരക്ഷിക്കുന്നതിൽ MiG-41 ഒരു നിർണായക പങ്ക് വഹിക്കും. അതിശൈത്യമുള്ളതും അതിർത്തികൾ വലുതുമായ ഈ മേഖലയിൽ അതിവേഗത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ഇന്റർസെപ്റ്റർ റഷ്യയ്ക്ക് അത്യാവശ്യമാണ്. പക്ഷേ ഈ പദ്ധതിക്ക് മുന്നിൽ വലിയ ചോദ്യചിഹ്നങ്ങളുണ്ട്. മാക് 4+ വേഗതയിൽ പറക്കാൻ കഴിയുന്ന ടെർബോ റാംജെറ്റ് പോലുള്ള നൂതന എഞ്ചിൻ സാങ്കേതികവിദ്യ വികസിപ്പിക്കുക എന്നത് അതീവ സങ്കീർണമാണ്. റഷ്യൻ സമ്പദ്വ്യവസ്ഥ നിലവിൽ നേരിടുന്ന വെല്ലുവിളികളും പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങളും കാരണം ഈ പദ്ധതി പറഞ്ഞ സമയപരിധിക്കുള്ളിൽ, അതായത് 2030 യാഥാർത്ഥ്യമാകുമോ എന്നതിൽ വിദഗ്ധർക്ക് സംശയമുണ്ട്. പലപ്പോഴും ഇത്തരം പദ്ധതികൾ റഷ്യയുടെ പ്രചാരണ തന്ത്രം കൂടിയാവാം. എന്തായാലും MiG-41ന്റെ വരവ് ലോകത്തിന് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. ആയുധ മത്സരം ഇവിടെ അവസാനിക്കുന്നില്ല.